അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാസർ മാനുക്ക എന്ന വ്യക്തിയെ നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. നാസർ മാനുക്ക എന്ന ആള് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകളെ പല വിധത്തിലായി സഹായിച്ച വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് മാനുക്ക. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറനാട് നിയോജക മണ്ഡലത്തിലെ NDA BJPയുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് N പ്രകാശിനെ അദ്ദേഹത്തിൻ്റെ പ്രചരണവും അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ ആഹ്വാനങ്ങളുമായിട്ടുള്ള മാനുകാക്കയുടെ വീഡിയോസുകളും ഓഡിയോസുകളും വിഷ്വലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനിടയായി. പല ആളുകളും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാനുക്ക എന്നുള്ള വ്യക്തിയെ നമുക്കറിയാം, നല്ല മനസ്സിനുടമയാണ്. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ സഹായം പല വിധത്തിൽ വീടുകളായിട്ടും പണമായിട്ടും മറ്റു രൂപങ്ങളിലൊക്കെ ആവശ്യമുള്ള ആളുകളുടെ ആവശ്യാനുസരണം അനുഭവിച്ച് നേരിട്ട് നേടിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് അദ്ദേഹത്താൽ കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ ജീവകാരുണ്യം പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ളൊരു വ്യക്തിത്വമാണ്. അത്രത്തോളം നല്ലൊരു മനുഷ്യൻ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക്, ആ സ്ഥാനാർത്ഥി എത്ര വലിയ നല്ല മനസ്സിനുടമയാണെങ്കിലും മാനുക്കയെ പോലുള്ള ഒരു മഹൽ വ്യക്തിത്വം BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും മാനുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജുകളൊക്കെ ആ മാനുക്കാൻ്റെ ആ വീഡിയോകൾക്ക് അടിയിലൊക്കെ കമൻറ്റുകൾ നമുക്ക് വായിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. അതൊക്കെ മാനുക്ക എന്നുള്ളൊരു വ്യക്തിയോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം കൊണ്ടാണിത്. ആ ഒരു വ്യക്തി, അത്ര മനസ്സിൽ നന്മയുള്ളൊരു വ്യക്തി BJP പോലുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയത്തിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടൊക്കെ കൺവെൻഷനുകളിൽ ഇതിലൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ട്. ഒരിക്കലും മാനുക്കയിൽ പോയി പങ്കെടുക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മനസ്സിൽ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും മാനുക്ക അങ്ങനെ ചെയ്തതിലുള്ളൊരു വിഷമം മാനുക്കനോട് പങ്കുവെക്കുകയാണ്.